ഹലോ, ഹെഡ്മിലാണ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബെൻസി. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ആദ്യം തന്നെ വീഡിയോയുടെ ടൈം കണ്ടപ്പോഴേ എനിക്കറിയാം ചിലർക്കെങ്കിലും എൻ്റെ അടുത്ത് ദേഷ്യം തോന്നിക്കാണും. ഈ ചേച്ചി എന്താണ് ഇത്രയും ചെറിയ വീഡിയോയുമായിട്ട് വന്നത്, ഞങ്ങൾ വ്ളോഗിന് വേണ്ടിയല്ലേ കാത്തിരിക്കുന്നതിനൊക്കെ. അപ്പോൾ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ഞാൻ ഒന്നര വീട്ടേ വീഡിയോ എടുത്തുള്ളതെങ്കിലും എന്നെ കാത്തിരിക്കുന്ന കുറേ പേരുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ അടുപ്പിച്ച് 3 ദിവസം വ്ളോഗ് ഇട്ടിരുന്നു. അപ്പോൾ ഇന്നിവിടെ കാണാതായാലും നിങ്ങൾ ചിന്തിക്കും ചേച്ചിക്ക് പിന്നെ എന്തു പറ്റി, ചേച്ചിയെ കണ്ടില്ലല്ലോ, അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. എനിക്കറിയാം, പേഴ്സണലായിട്ട് മെസ്സേജ് ഇടുന്നവരും ഉണ്ട്. അപ്പോൾ അവരെയൊക്കെ നിരാശപ്പെടുത്തണ്ടെന്ന് കരുതി ഇന്ന് പക്ഷേ ചെറിയ വീഡിയോ ആണെങ്കിലും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പറയാൻ പോകുന്നത് കേട്ടോ. എല്ലാവർക്കും സുഖമല്ലേ? മഴയാണ് കേട്ടോ. ഇന്നലെ രാത്രി മൊത്തം നോൺ സ്റ്റോപ്പ് മഴയായിരുന്നു. ഞാൻ ഇന്നത്തെ ഈ വീഡിയോ ഇന്ന് തന്നെ എടുക്കുന്നത് കേട്ടോ. ഇനിയിപ്പോൾ എഡിറ്റ് ചെയ്തിട്ട് വേണം വീഡിയോ ഇടാനായിട്ട്. ഇന്ന് തന്നെ രാവിലെ തൊട്ട് മഴയുണ്ട്. ഇന്നലെ രാത്രി ഭയങ്കര മഴയായിരുന്നു. ഞാൻ വിചാരിച്ചു ദൈവമേ വെള്ളപ്പൊക്കം എങ്ങാണോ ഇനിയും വരുമോ, എവിടെങ്കിലുമൊക്കെ ഉണ്ടോയെന്ന് അറിയില്ല. അപ്പം അത്രയ്ക്ക് മഴയായിരുന്നു. ഇപ്പോഴും മൂടി കെട്ടി നിൽക്കുകയാണ്. ഇച്ചിരി വെയിൽ വരും, വീണ്ടും മഴ, അങ്ങനെയുള്ള സിറ്റുവേഷനാണ്. അപ്പോൾ എന്താണ്, കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ അവിയലിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ ഒത്തിരി പേര് പറഞ്ഞു ബെൻസി പുളിക്ക് പകരം തക്കാളി യൂസ് ചെയ്യാം. ഞാൻ ചെയ്യാറുണ്ട്, തക്കാളി ഇടാറുണ്ട്. എൻ്റെ കയ്യിലൊന്നും തക്കാളി ഇല്ലായിരുന്നു. പിന്നെ തൈരും യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ കൂടുതൽ അങ്ങനെ തൈര് ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഇടയ്ക്കൊക്കെ വല്ലപ്പോഴും തൈര് ഒഴിച്ചും ചെയ്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. പക്ഷേ റെഗുലറായിട്ട് അങ്ങനെ ചെയ്യാറില്ല കേട്ടോ. തൈരിട്ട് ചെയ്യാറില്ല, വല്ലപ്പോഴും ഒക്കെ ചെയ്യാറുള്ളൂ. അത് കഴിഞ്ഞിട്ട് കപ്പയുടെ വീഡിയോ ഇട്ടപ്പോൾ ഒത്തിരി പേര് പറഞ്ഞു, പേഴ്സണലായിട്ട് വാട്സപ്പിൽ കുറേ മെസ്സേജ് വന്നു, ബെൻസി ഹെൽത്തിന് ഒട്ടും നല്ലതല്ല ഇത്ര ലേറ്റായിട്ട് കഴിക്കുന്നത്. 11:30 എന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ അതിനകത്ത്. അപ്പോൾ യാതൊരു കാരണവശാലും അങ്ങനെ കഴിക്കരുത്. ശരിയാണ്, ആദ്യമായിട്ടാണ് കേട്ടോ അത്രയും ലേറ്റാവുന്നത്. ഒരിക്കലും അത്രയും ലേറ്റായിട്ട് കഴിച്ചില്ല. കഴിവതും ഞങ്ങൾ ഒരു 7, 7:30, 8 ഇതിനകം ഞങ്ങളുടെ രാത്രിയിലത്തെ അത് കഴിഞ്ഞിരിക്കും. മാക്സിമം 7:30 മുമ്പേ കഴിക്കും. അതായത് എനിക്കറിയാം അതിനെക്കുറിച്ച്. ഞാൻ പറഞ്ഞിട്ടില്ലേ, പണ്ട് ഞാൻ ജിമ്മിൽ പോയിട്ടുള്ള സമയത്ത് എൻ്റെ ഡയറ്റീഷ്യൻ പ്രത്യേകം പറഞ്ഞായിരുന്നു, സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് നമ്മുടെ രാത്രി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഏറ്റവും നല്ലത്, അതായത് ഒരു 6:30, 7 കഴിക്കുവാണെങ്കിലാണ് നമ്മുടെ ബോഡിക്ക് ഏറ്റവും നല്ലത്. അത് കഴിഞ്ഞിട്ടൊരു 2 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് ഉറങ്ങുന്നത്. അപ്പോഴത്തേക്ക് നമ്മുടെ ബോഡി എല്ലാം സെറ്റായി ഉറങ്ങുന്ന സമയത്ത് പ്രവർത്തിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് നമ്മുടെ അകത്ത്. എൻ്റെ ശരീരത്തിനത്, ഞാൻ എൻ്റെ ശരീരത്തെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അത് മാറ്റുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ കറക്റ്റ് സമയത്ത് ഞാൻ ഉറങ്ങാൻ ശ്രമിക്കുന്നുണ്ട്. മാക്സിമം വളരെ കുറച്ച് ഇപ്പോൾ ലേറ്റ് നൈറ്റ് ഇരിക്കുന്നുള്ളൂ. അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങളും എനിക്ക് തന്നെ അറിയാൻ പറ്റുന്നുണ്ട്. ശരി, ഇതെല്ലാം അറിയാമെന്നേ, പക്ഷെ അത് ജീവിതത്തിൽ പ്രാക്ടിക്കലാക്കുന്നില്ല. അതാണ് എൻ്റെ തെറ്റ്. സാഹചര്യം അങ്ങനെ ആയിപ്പോയി, അതുകൊണ്ടാണ്. പക്ഷേ ലേറ്റായിട്ട് ആഹാരം ആദ്യമായിട്ടാണ് അന്ന് കഴിക്കുന്നത് കേട്ടോ. അതങ്ങനെ ഒരിക്കലും അത്ര ലേറ്റായിട്ടില്ല. അതുകൊണ്ട് എന്നെ കാണുന്ന ആരെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ കഴിവതും ഒരു 7 മണി 7:30 നമ്മൾ രാത്രിയിലത്തെ ആഹാരം കഴിക്കാൻ ശ്രമിക്കുക. പക്ഷേ നമ്മുടെ നാട്ടിലുള്ളവർക്ക് ഇതൊക്കെ ഒത്തിരി ഒരു അതിശയമായിട്ടോ അല്ലെങ്കിൽ ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ ചിന്തിച്ചത്. കാരണം എനിക്കറിയാം പല നാട്ടിലെ പല വീട്ടിലെയും രാത്രിയിലെ ആഹാരം എന്ന് പറയുന്നത് ഒരു 8:30, 9, 9:30, 10 കഴിക്കുന്നവരുണ്ട്. അപ്പോൾ ഒരിക്കലും ആ ശീലം നല്ലതല്ല കേട്ടോ. നേരത്തെ നമ്മുടെ പണ്ടോട്ടേ ഞാൻ കൊച്ചിലെ ഞങ്ങളുടെ വീട്ടിൽ ഒരു 8:30, 9 ആയിരുന്നു രാത്രി ഭക്ഷണം. പക്ഷെ ഇച്ചിരി കൂടി നമുക്ക് പുറത്തൊക്കെ പോയി കുറച്ചുകൂടെ ഒക്കെ അറിവ് കിട്ടി. അങ്ങനെ ആയപ്പോൾ മനസ്സിലായി അത് തെറ്റാണ് എന്നാണ്. അതായത് ഒരു 9:30, 10 മണിക്കൊക്കെ കഴിച്ചാൽ ഉടനെ കയറി കട്ടിലേ കിടക്കില്ല. അതാണ് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. ഫുഡ് കഴിച്ചു ഉടനെ ഉറങ്ങരുത്. ഒരിച്ചിരി ഒരു 1.5, 2 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് ഉറങ്ങുന്നതാണ് നമ്മുടെ ശരീരത്തിന് നല്ലത്. അപ്പോൾ ഉപദേശിച്ച എല്ലാവർക്കും ഒത്തിരി നന്ദി. അതുപോലെ ഒത്തിരി പേര് പറഞ്ഞു മീനും തൈരും ഒരുമിച്ച് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. പ്രകൃതി ചികിത്സയിൽ പ്രത്യേകം പറയുന്ന ഒരു കാര്യമാണ് മീനും തൈരും ഒരുമിച്ച് കഴിക്കാൻ പാടില്ല എന്ന് പലയിടത്തും ഞാനും വായിച്ചറിഞ്ഞിട്ടുണ്ട്. മാറ്റാൻ മാക്സിമം ശ്രമിക്കാം. അതിൻ്റെ ടേസ്റ്റ് ഓർക്കുമ്പോൾ അറിയാതെ കഴിച്ചു പോകുന്നേ കേട്ടോ. എന്നെ പോലെ ആരൊക്കെ ഉണ്ടെന്ന് അറിയത്തില്ല, എങ്കിലും മാറ്റാൻ ശ്രമിക്കാം. 1-2 പേര് പറഞ്ഞു ചേച്ചി കാച്ചിമോര് കുഴപ്പമില്ല, മീനിൻ്റെ കൂടെ കാച്ചിമോര് കുഴപ്പമില്ല, പക്ഷേ പച്ചമോര് തൈര് ഇതൊക്കെയാണ് പ്രശ്നം. എനിക്ക് അതിൻ്റെ കറക്റ്റ് എനിക്കും അറിയില്ല, പക്ഷെ കേട്ടിട്ടുണ്ട് തൈരും മീനും നമുക്ക് ശരീരത്തിന് ഒരുമിച്ച് കഴിച്ചാൽ ദോഷമാണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പം മാക്സിമം ഞാനത് മാറ്റാൻ ശ്രമിക്കാം. കാരണം എന്നെ കാണുന്ന പലരുണ്ടല്ലോ, അപ്പോൾ എനിക്ക് തന്നെ അറിയാം അവർ ഒരുപക്ഷെ നമ്മൾ ചെയ്യുന്ന പലതും അവർക്കും ചെയ്യാൻ തോന്നും. അത് ദോഷമായിട്ടുള്ളതാണെങ്കിൽ അത് അവരും ചെയ്യുമ്പോൾ അവർക്ക് ദോഷമല്ലേ. അതുകൊണ്ട് കഴിവത് ഞാൻ അങ്ങനെയാണ്. ഞാൻ
പല വീഡിയോകളും ചെയ്യുമ്പോൾ എന്നെ കണ്ടത് ഫോളോ ചെയ്യുന്നവർക്ക് ദോഷം വരാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് കഴിവതും ഞാൻ ഉൾക്കൊള്ളിക്കുന്നത്. അപ്പോൾ ഇതും ഞാൻ ഇനി അത് മാറ്റുന്നതായിരിക്കും കേട്ടോ. പിന്നെന്താണ്, ഇത്രയൊക്കെ ഉള്ളായിരുന്നു. ബാക്കി എല്ലാവരും തരുന്ന സപ്പോർട്ടിന് ഒത്തിരി നന്ദി. ഇച്ചിരി സമയം ഒന്ന് കൂട്ടാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും സംസാരിച്ചത് കേട്ടോ. കാരണം എൻ്റെ സംസാരം കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട്. ചിലർക്ക് ലാഗിങ് ആയിട്ട് തോന്നിയെന്നെങ്കിലും അടിച്ചു കളഞ്ഞേക്കണേ. അല്ലാതെ ഞാനൊരു 2 മിനിറ്റ് 3 മിനിറ്റ് വീഡിയോ ഇട്ടാൽ എനിക്കറിയാം ഒത്തിരി പേര് പറയും ചേച്ചി ഇച്ചിരിയെങ്കിലും സംസാരിച്ച് നിൽക്കാൻ ഞാൻ എന്താണ് അതിന് വേണ്ടി ഇത്രയും പറഞ്ഞതേ ഉള്ളൂ. അല്ലാതെ ഇഷ്ടപ്പെടാത്തവർ, എൻ്റെ സംസാരം ഇഷ്ടപ്പെടാത്തവർ ക്ഷമിക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത് നമ്മളെല്ലാവരും ഒരുമാതിരിപ്പെട്ട എല്ലാവരും മേടിക്കുന്നതാണ് ഫ്രഷ് ക്രീം. ഇതിപ്പോൾ അമൂലിൻ്റെയാണ്. ഫ്രഷ് ക്രീം നമ്മൾ എന്താണ് സലാഡുകളിൽ യൂസ് ചെയ്യാറുണ്ട്, ഫ്രൂട്ട് സലാഡിന് യൂസ് ചെയ്യാറുണ്ട്, ഐസ്ക്രീമിന് യൂസ് ചെയ്യാറുണ്ട്, പിന്നെ എന്താണ് ചില കേക്കുകൾക്ക് യൂസ് ചെയ്യാറുണ്ട്, പിന്നെ കറികൾക്കും ചിക്കൻ കറി, പനീർ കറി, ഇങ്ങനെയൊക്കെയുള്ള പല സംഭവങ്ങൾക്കും യൂസ് ചെയ്യുന്നൊരു സംഭവമാണിത്. അപ്പോൾ 2 ദിവസം മുമ്പ് ഞാൻ പാസ്ത ഉണ്ടാക്കി. അതിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ട്. പാസ്ത മാത്രമായിട്ട് ഇട്ടാൽ നിങ്ങൾ ആരും കാണില്ല. അതുകൊണ്ടാണ് ഞാൻ ഇടാൻ മടിക്കുന്നത്. ഞാൻ ഈ എന്ത് വീട്ടിൽ ഉണ്ടാക്കിയാലും അതിൻ്റെ വീഡിയോ എടുത്ത് വെക്കും കേട്ടോ. കാരണം എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ചോദിക്കുവാണെങ്കിൽ ഇടാമെന്ന് കരുതി. ആ പാസ്ത നല്ല ഒന്നാന്തരം ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നമ്മുടെ നാടൻ, വേറെ ഒന്നുമില്ല, പാസ്ത സോസ് ഇല്ല, അങ്ങനെ എന്തെങ്കിലും എസൻസുകളൊന്നുമില്ല, വെജിറ്റബിൾസ് ഒന്നുമില്ല. നമ്മുടെ കേരള രീതിയിലുള്ള ഒരു പാസ്തയായിരുന്നു ഉണ്ടാക്കിയത്. ഞാനിപ്പോൾ മിക്കവാറും അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. ജോസാനും അത് ഭയങ്കര ഇഷ്ടമാണ്, ഇച്ചിരി വെറൈറ്റിയിൽ. അപ്പോൾ ആ വീഡിയോ എൻ്റെ ഉണ്ട്, ഞാൻ ഇട്ടിട്ടില്ല. അപ്പോൾ അന്ന് ആ പാസ്ത ചെയ്തപ്പോൾ എൻ്റെ മനസ്സിലൊരാഗ്രഹം, ഇവിടെ ഫ്രഷ് ക്രീം ഇരിപ്പുണ്ടല്ലോ, നമുക്ക് അത് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞ് എടുത്തപ്പോഴാണ് ഇതിൻ്റെ എക്സ്പയറി കഴിഞ്ഞിട്ട് 2-3 മാസമായി ഞാൻ ശ്രദ്ധിച്ചില്ല. എക്സ്പയറി കഴിഞ്ഞത് യൂസ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് ഇനി ഇത് കളയാനേ പറ്റത്തുള്ളൂ. സങ്കടമുണ്ട് കേട്ടോ. കാരണം ഞാൻ പ്രത്യേകിച്ച് കേരളത്തിലുള്ള ഒരു പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ ഏത് സാധനം എടുത്താലും എക്സ്പയറി നോക്കി എടുക്കാവൂ. ബോംബെയിൽ എനിക്ക് ഇത്രയും പ്രശ്നമില്ലായിരുന്നു കേട്ടോ. അത് നല്ല ഈ സാധനങ്ങൾ പൊക്കോണ്ടിരിക്കുന്ന കടകളാണല്ലോ, അതുകൊണ്ടായിരിക്കാം. ഇവിടെ ഞാൻ ഏത് സാധനം എടുത്താലും എക്സ്പയറി എടുത്ത് നോക്കാൻ തുടങ്ങിയതെന്ന് വെച്ചാൽ ആദ്യം ഞാൻ ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു. പിന്നെയാണ് ശ്രദ്ധിച്ചോളെ. വീട്ടിൽ വന്നിട്ട് വെറുതെ എക്സ്പയറി നോക്കുമ്പോൾ ചിലപ്പോൾ വെറും 2 മാസമായിരിക്കും, ചിലപ്പോൾ 1 മാസമായിരിക്കും എക്സ്പയറി. അങ്ങനെയൊക്കെയുള്ള പ്രോഡക്റ്റുകൾ. ഞാൻ ഇടയ്ക്ക് കേക്കൊക്കെ ഉണ്ടാക്കിയ സമയത്ത് ഈ ഇതുണ്ടല്ലോ ചോക്ലേറ്റ് ചിപ്സ് കടയിൽ മേടിക്കാൻ പോയി എക്സ്പയറി നോക്കിയപ്പോൾ എക്സ്പയറി കഴിഞ്ഞ സാധനമാണ് ആ കടയിൽ ഇട്ടേക്കുന്നത്. അതുപോലെ പല സാധനങ്ങളും. അതുകൊണ്ട് നിങ്ങൾ കഴിവതും എക്സ്പയറി നോക്കിയെടുക്കാവൂ. പ്രത്യേകിച്ച് ഈ ബട്ടർ, ചീസ്, ഇങ്ങനെയുള്ള സംഭവം ഞാൻ എപ്പോഴും മേടിച്ച് സ്റ്റോക്ക് ചെയ്യുന്നത്. കാരണം എനിക്ക് വീഡിയോയ്ക്ക് വേണമല്ലോ. അന്നേരം അത് ചിലപ്പോൾ 1 മാസത്തെ എക്സ്പയറി 1 മാസം 2 മാസം കൂടെ ഉള്ളെന്നുണ്ടെങ്കിൽ എനിക്കത് നഷ്ടമാണ്. കാരണം ഞാൻ ഈ ബട്ടറും ചീസും ഒക്കെ മേടിച്ച് ചിലപ്പോൾ 1 വർഷം 1.5 വർഷമൊക്കെ വെച്ചിരിക്കും യൂസ് ചെയ്യാനായിട്ട്. അങ്ങനെ അത്രയും ലോങ് ഉള്ളതേ ഞാൻ എടുക്കാറുള്ളൂ. അപ്പൊ നിങ്ങളും എക്സ്പയറി നോക്കിയേ സാധനങ്ങൾ മേടിക്കാവൂ കേട്ടോ. കുറഞ്ഞത് 1 വർഷം, അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സാധനമാണെങ്കിൽ നമുക്കറിയാമല്ലോ. ഇപ്പൊ ടൊമാറ്റോ സോസ് ഒക്കെ ആണെങ്കിൽ ഞാനൊരു 8 മാസം 9 മാസം ഒക്കെ ഉള്ളതാണെങ്കിലും എടുക്കാറുണ്ട്. അതൊക്കെ അങ്ങനെ സോയാ സോസ്, ഇതൊക്കെ പെട്ടെന്ന് തീരുന്ന സംഭവമല്ലല്ലോ. അപ്പൊ അത് നോക്കി വേണം എടുക്കാൻ കേട്ടോ. അപ്പൊ ഇതിനിയിപ്പോ അന്ന് പാസ്തയ്ക്ക് നോക്കിയപ്പോൾ ഇത് കൊള്ളില്ല. പക്ഷേ നമുക്കിത് നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കാം. പലർക്കും അറിയാമായിരിക്കും. അറിയാവുന്നവർ ദയവ് ചെയ്ത് ക്ഷമിക്കുക. അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞു തരുന്നതാണ്. നമുക്ക് എങ്ങനെയാണ് ഈ ഫ്രഷ് ക്രീം നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്നതെന്ന് ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. വീഡിയോ എനിക്കറിയാം, ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ എന്ന് പറയുന്നത് ടോപ്പിക്കിലോട്ട് വരുവാണെങ്കിൽ നിസ്സാരം 1 മിനിറ്റത്തെ വീഡിയോയേ ഉള്ളൂ. പിന്നെ ഇത്തിരി നേരം നിങ്ങളുടെ അടുത്തൊന്ന് സംസാരിക്കണമല്ലോ, അതിന് വേണ്ടി ഞാൻ ഇത്ര ബ്ലാബ്ല സംസാരിച്ചെന്നേ ഉള്ളൂ. ക്ഷമിക്കണേ. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. ഞാൻ എപ്പോഴും പാല് കാച്ചിയിട്ട് പാടയെടുത്ത് നെയ്യ് ഉണ്ടാക്കാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നത്. ഇതിപ്പോൾ നിറയാറായി, വീണ്ടും എനിക്ക് നെയ്യ് ഉണ്ടാക്കണം. ഓക്കെ. അപ്പം ഇതിനകത്തു നിന്നാണ് ഞാൻ പാടയെടുത്ത് മാറ്റിയത്. കാച്ചി കുറച്ച് നേരം പുറത്ത് വെക്കുമ്പോൾ അതിൻ്റെ മുകളിൽ പാട വരും, അത് മാറ്റി. അതല്ല എന്നുണ്ടെങ്കിൽ കാച്ചിയ ശേഷം ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞിട്ട് എടുത്താലും നമുക്ക് പാട നന്നായിട്ട് കിട്ടും. അങ്ങനെ പാട മാറ്റിയ ശേഷമുള്ള പാലാണ് ഇത്. അപ്പം നിങ്ങൾ കണ്ടോ, പാട മാറ്റിയിട്ടും ദേ ഇത് കണ്ടോ. അപ്പം സാധാരണ എല്ലാവരും ചെയ്യുന്നത് ഇതും പാടയാണെന്നും പറഞ്ഞ് നമ്മുടെ ആ നെയ്യ് ഉണ്ടാക്കാനുള്ള സംഭവം ഉണ്ടല്ലോ, അതിനകത്തോട്ട് ഇട്ട് കൊടുക്കും. ഞാനും പണ്ടങ്ങനെ ചെയ്തിരുന്നു. അതാണ് ഇത്ര തിട്ടമായിട്ട് പറയുന്നത്. പക്ഷേ ഇത് പാടയല്ല, ഇതാണ് നമ്മുടെ ക്രീം. ഇപ്പം 2 ദിവസമായിട്ട് ഞാൻ അങ്ങനെ എടുത്ത് വെച്ചിരിക്കുന്നതാണ് ഇത്. ഇത് നമ്മൾ നെയ്യ് ഉരുക്കുന്നതിനകത്ത് ഇട്ടാൽ വെറുതെ പോകത്തേ ഉള്ളൂ. ഇത് നമ്മുടെ നെയ്യ് കിട്ടുന്ന സംഭവമല്ല, ഇതാണ് ഫ്രഷ് ക്രീം. ഉണ്ടോ?
അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു റെസിപ്പി ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ, അടുത്ത ആഴ്ച ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ 4-5 ദിവസം പാല് കാച്ചുമ്പോൾ പാട എടുത്ത് മാറ്റിയ ശേഷം ഇങ്ങനെ ഈ മുകളിൽ വരുന്നത് എടുത്ത് മാറ്റി വെച്ചിട്ട് അത് നമുക്ക് ക്രീമായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഇതറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം, എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടി. കാരണം എൻ്റെ വീഡിയോ വേസ്റ്റായി പോയില്ലല്ലോ എന്നൊരു സമാധാനത്തിന് വേണ്ടിയാണേ. അപ്പം ഇങ്ങനെ ചെയ്യുന്നവരുണ്ടെങ്കിൽ അവരും കമൻ്റ് ഇടണം. അപ്പോൾ എനിക്ക് വീണ്ടും സമാധാനമാവും, ഞാൻ പറഞ്ഞു കൊടുത്തത് തെറ്റല്ലല്ലോ, എല്ലാവരും ചെയ്യുന്നുണ്ടല്ലോ എന്ന്. കണ്ടോ എന്തോരം കിട്ടിയെന്ന് നോക്കിക്കേ. ഈ സ്പെഷ്യൽ ചിക്കൻ കറി, പനീർ കറി, കിഴങ്ങ് കറി, പിന്നെന്താണ് ക്രീം ചിക്കൻ, ഇങ്ങനെയൊക്കെയുള്ള കുറേ വെറൈറ്റി റെസിപ്പികളുണ്ടല്ലോ, അതിനൊക്കെ ഈ ക്രീമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇനി ഫ്രഷ് ക്രീം ഇല്ല, എന്തെങ്കിലും ഒരു റെസിപ്പി നിങ്ങൾ കണ്ടു, അയ്യോ ഫ്രഷ് ക്രീം ഇവിടെ നിന്ന് നാട്ടിൽ കിട്ടുന്നില്ല, അല്ലെങ്കിൽ അത് എവിടെ കിട്ടും എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്നവർ യാതൊരു കാരണവശാലും പേടിക്കണ്ട. നിങ്ങൾ വീട്ടിൽ പാല് മേടിക്കുന്നവരാണെങ്കിൽ ഇതുപോലെ പാട എടുത്ത് മാറ്റിയ ശേഷം ഇങ്ങനെ മേളിൽ വരുന്നത് എടുത്താൽ മതി. ഇനിയിപ്പോൾ ശ്രദ്ധിക്കുക, ചിലപ്പോൾ നമ്മൾ പാല് കാച്ചി ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കുന്നതിനുണ്ടെങ്കിൽ ഭയങ്കര കട്ടിയുള്ള പാടയായിരിക്കും. അതിന് പിന്നെ ചിലപ്പോൾ പിറ്റേന്ന് ഇങ്ങനെ ക്രീം കാണണമെന്നില്ല, മൊത്തം സെറ്റായി കാണും. അപ്പോൾ എന്താണെന്നോ, ആ പാടയുടെ അടിയിൽ നിന്ന് ഇങ്ങനെ ക്രീം നമുക്ക് വെട്ടിയെടുക്കാം. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, ഒന്ന് നോക്കണം. പാടയുടെ അടിയിൽ ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ക്രീമായിരിക്കും, അത് വെട്ടിയെടുത്ത് വെച്ചാൽ മതി. അത് നെയ്യല്ല, അത് ക്രീമാണ്. നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന കവർ പാലിൽ ഇതെത്ര ഇങ്ങനെ കിട്ടുമെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. കാരണം കവർ പാല് ഞാനിങ്ങനെ കാച്ചി അങ്ങനെ വെച്ചിട്ടുമില്ല. ഇതിപ്പോ സൊസൈറ്റിയിൽ നിന്ന് മേടിക്കുന്ന നല്ല പശുവിൻ പാലാണല്ലോ. അപ്പൊ മനസ്സിലായോ? ഇതാ എനിക്ക് ഇത്രയും ക്രീം കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോ നാളെയോ മറ്റന്നാളോ ഒരു റെസിപ്പിക്കായി ഒത്തിരി നാൾ ഇങ്ങനെ ക്രീം എടുത്ത് വെച്ചിരിക്കേണ്ട. ഞാനിതൊരു 5-6 ദിവസമൊക്കെ വെച്ചിട്ട് അടുത്ത റെസിപ്പിക്ക് യൂസ് ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു, ഒരു കുഞ്ഞു വീഡിയോ ആണ്. എത്ര പേർക്ക് പ്രയോജനപ്പെട്ടു എന്ന് അറിയില്ല. നിങ്ങൾക്ക് പ്രയോജനമായെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം. ഇത് മറ്റുള്ളവർക്കും പ്രയോജനമെന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെ ചെയ്യുന്നവർ കമന്റ് ചെയ്യണം. നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെങ്കിൽ അവരും കമന്റ് ചെയ്യണം. അപ്പോൾ നാളെ വീണ്ടും പുതിയ വീഡിയോയുമായി വരാം. ടിൽ ദെൻ ബൈ. ഗോഡ് ബ്ലസ് യു. ടാറ്റ.